മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ നമ്മുടെ ഉണ്ണിയോടായിട്ട് ഒരു വലിയ രഹസ്യം തന്നെ തുറന്നു പറയുകയാണ്. നമ്മുടെ അച്ഛനെ ഇല്ലാണ്ടാക്കിയത് മറ്റാരുമല്ല ഉണ്ണി, കരുണയുടെ അച്ഛനാണെന്നുള്ള ഒരു വലിയ സത്യം തുറന്നു പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ ഒരു അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഉണ്ണിയാണെങ്കിൽ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു കണ്ണേട്ടാ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അന്നൊരു കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഞാനും അച്ഛനും ബൈക്കിൽ പോവുകയായിരുന്നു. ആ സമയം പാഞ്ഞു വന്ന ഒരു ലോറിയാണ് ഞങ്ങളുടെ ബൈക്കിലിടിച്ചത്. ആ ലോറി ഓടിച്ചിരുന്നത് പ്രതാപനാണ്. അയാൾ എന്നിട്ട് നിർത്താണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അച്ഛൻ മരിച്ചതെന്നും അന്ന് തൊട്ടാണ് ഞാൻ ഈ വീൽ ചെയറിലായതെന്നുമുള്ള സത്യം ഉണ്ണിയോടായിട്ട് കണ്ണൻ തുറന്നു പറയുകയാണ്. ഇതെല്ലാം അറിഞ്ഞ ഉണ്ണി കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും നിൻ്റെ അച്ഛൻ ഇത്രയും വലിയ ചതി ഈ കുടുംബത്തോട് ചെയ്യരുതായിരുന്നു കരുണയെന്നെല്ലാം പറയുമ്പോൾ ഉണ്ണിയേട്ടൻ എന്തായി പറയുന്നത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്ത് ചതി നിങ്ങളോട് ചെയ്തെന്നാണ് പറയുന്നതെന്നെല്ലാം ചോദിക്കുകയാണ്. നിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നതും ആ കണ്ണേട്ടൻ ഇന്ന് ഈ വീൽ ചെയറിലാവാൻ കാരണമെന്നെല്ലാം ഉണ്ണി വളരെ ദേഷ്യത്തോടുകൂടി തന്നെ പറയാണ് കരുണയോട്. കരുണയാണെങ്കിൽ പ്രതാപന് വേണ്ടിയിട്ട് ഉണ്ണിയോട് വാദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഉണ്ണിയേട്ടൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണെന്നും കരുണ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനാണ് ഈ തെറ്റ് ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവ് ഉണ്ണിയേട്ടൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണ. തെളിവുകളെല്ലാം നിരത്തി എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യും കരുണ, അതിലൊരു സംശയമില്ല എന്ന് ഉണ്ണി പറയുമ്പോൾ കാലിതുള്ളി കരുണ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് കരുണ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന കരുണയെ കാണുമ്പോൾ പ്രതാപൻ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, ഒറ്റയ്ക്കാണല്ലോ വരവ്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അമ്മയെന്നെല്ലാം പറയാണ്. അതേസമയം കരുണ കാലുതുള്ളി അകത്തേക്ക് വരുന്നുണ്ട്. എന്ത് ചോദിച്ചിട്ടും ഒരു മറുപടിയും പറയാണ്ട് അകത്ത് വന്നിരിക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഉണ്ണിയെ കൂട്ടാണ്ട് മോൾ എന്ത് പറ്റി ഒറ്റയ്ക്ക് വന്നേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കരുണ പ്രതാപന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, കമലേശ്വരത്തെ കാർന്നവരെ അച്ഛൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. പ്രതാപൻ ഒരു മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതേ അച്ഛന് മനസ്സിലായില്ലേ, ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ അച്ഛൻ ലോറി ഇടിച്ച് കൊന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ കണ്ണേട്ടൻ വീൽ ചെയറിലാവാൻ കാരണം അച്ഛനാണോ എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടതെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ ഈ കേൾക്കുന്നത്, മോള് വന്ന് എന്തെല്ലാം മണി ചോദിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ പ്രതാപൻ പറയും, എനിക്കറിയില്ല അമ്മേ, ആരൊക്കെയോ ഇവളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ണിയേട്ടനാണ് എന്നോട് വന്ന് പറഞ്ഞത്. പ്രതാപൻ പറയുന്നുണ്ട്, ഉണ്ണിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ എന്തായാലും കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട് മോള് ഉണ്ണിയെ കാണാനായിട്ട്. അവൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളോടെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, അച്ഛനതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ആ സമയം അവിടേക്ക് മോഹിനി കടന്നു വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, തെറ്റുകളെല്ലാം ചെയ്തിട്ട് എല്ലാ കാലവും ഇങ്ങനെ ഒളിച്ചിരിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും എണ്ണി എണ്ണി തന്നെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും, അതിലൊരു സംശയവുമില്ല എന്ന് മോഹിനി എടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പ്രതാപനാകെ കലിതുള്ളി നിൽക്കുകയാണ് മോഹിനിയുടെ അടുത്ത്. മോഹിനി പറയുന്നത്, നിങ്ങൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, പറയേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെയായാലും തുറന്നു പറയുക തന്നെ ചെയ്യുമെന്നും പറയുന്നു. നിങ്ങൾ ആ ഉണ്ണിയോട് കാണിക്കുന്ന സ്നേഹം കള്ളമാണെന്നും അവൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നും എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് മോഹിനി പറയുകയാണ്. എന്തായാലും നിങ്ങളുടെ മകള് അവൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം നിങ്ങളും മറക്കണ്ട, അവനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങളുടെ മകൾക്ക് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നും പ്രതാപനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മോഹിനി. അങ്ങനെ ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.